ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2024 കേന്ദ്ര പരീക്ഷ എന്നതിനേക്കാൾ ഉപരി വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു പുസ്തകവും കൂടെ പഠിക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അനശ്വര സമയമായിട്ട് നമുക്ക് കണ്ടുകൊണ്ട് ഈ ഒരു വർഷത്തെ ക്ലാസ്സുകളും നമുക്ക് ആരംഭിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം ദ എപ്പിസിൽ ടു ദ ഹീബ്രൂസ് ആണ് ഈ വർഷം നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ക്രമീകരിച്ചു കിട്ടിയിരിക്കുന്ന പുസ്തകമാണ് യേശുവിങ്കലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക, ലുക്ക് ടു ക്രൈസ്റ്റ് ആൻഡ് റൺ ദ റേസ് പെർസിസ്റ്റന്റ്ലി എന്നുള്ളത്. നമുക്ക് ചാപ്റ്റർ ബൈ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഇന്നൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഈ ഒരു പുസ്തകത്തെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് തുടങ്ങാം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എബ്രായർക്ക് എഴുതിയ ലേഖനം ദ എപ്പിസിൽ ടു ദ ഹീബ്രൂസ്, ദ 58th ബുക്ക് ഓഫ് ദ ബൈബിൾ ആൻഡ് 19th ബുക്ക് ഓഫ് ന്യൂ ടെസ്റ്റമെന്റ്. ബൈബിളിലെ 58ാമത്തെ പുസ്തകം, പുതിയ നിയമത്തിലെ 19ാമത്തെ പുസ്തകമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. കേവലം 13 അധ്യായങ്ങൾ മാത്രമേ ഈ ഒരു പുസ്തകത്തിലുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് വായിച്ചു തീർക്കാൻ സാധിക്കുന്ന അത്ര ചെറിയ ഒരു പുസ്തകം. എന്താണ് ഈ ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ, ഇറ്റ്സ് an epistle that emphasizes the supremacy of Christ and the importance of faith, written to encourage and strengthen early Christians. ആദിമ ക്രൈസ്തവരെ ക്രിസ്തുവിന്റെ ഔന്നത്യവും വിശ്വാസത്തിന്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തുവാനും അവരെ ധൈര്യപ്പെടുത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും എഴുതിയിരിക്കുന്ന ഒരു ലേഖനമായിട്ട് ഈ ഒരു എബ്രായർക്ക് എഴുതിയ ലേഖനത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് എംഫസൈസസ് ദ സുപ്രീമസി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫെയ്ത്ത്. അതേസമയം ആദിമ ക്രൈസ്തവരെ ടു എൻകറേജ് ആൻഡ് സ്ട്രെങ്തൻ ഏർലി ക്രിസ്ത്യൻസ്, അവരെ ധൈര്യപ്പെടുത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ലേഖനമാണ് ഈ വർഷം നമുക്ക് പഠിക്കുവാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത്. കാരണം ഈ ഒരു ലേഖനം നമ്മളൊന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദിസ് ഹാസ് ഗോട്ട് എ യുണീക് സ്റ്റൈൽ. ഒരു എക്സ്റ്റെൻഡഡ് സെർമൺ അല്ലെങ്കിൽ ഒരു പ്രബന്ധം പോലെ, ഒരു പ്രസംഗം പോലെ, ഒരു എസ്സേ പോലെയൊക്കെ നമുക്ക് കാണാൻ, അല്ലെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ട് മറ്റ് ലേഖനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ യുണീക്കായിട്ടുള്ള ഒരു സ്റ്റൈലാണ് നമുക്ക് ഈ ലേഖനത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 30-ലേറെ തവണ പഴയ നിയമത്തിലെ പല സംഭവങ്ങളെ പറ്റിയും ആചാരങ്ങളെ പറ്റിയും ആളുകളെ പറ്റിയും ഒക്കെ പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ലേഖനങ്ങളിലും ഇത്രയും അധികം റെഫറൻസസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് കുഡ് ബി കൗണ്ടഡ് ആസ് ദ മോസ്റ്റ് പവർഫുൾ ലിങ്ക് ബിറ്റ്വീൻ ദ ടു ടെസ്റ്റമെന്റ്സ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ അല്ലെങ്കിൽ ആചാരങ്ങൾ, പ്രവചനങ്ങൾ, ഇതിന്റെ എല്ലാം പൂർത്തീകരണം പുതിയ നിയമത്തിൽ ക്രിസ്തുവിലൂടെ സാധിക്കുന്നു എന്നുള്ളത് ഈ ഒരു ലേഖനത്തിൽ വളരെ മനോഹരമായിട്ട് കാണിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. So it could be counted as the most powerful link between the two testaments. അതുപോലെ തന്നെ ഈ ഒരു ലേഖനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് we can see exalted thoughts on Christology. ക്രിസ്തുശാസ്ത്രപരമായി, തിയോളജിക്കലി, ദൈവശാസ്ത്രപരമായി വളരെ സമ്പന്നമായ ആഴത്തിലുള്ള ചിന്തകൾ നമുക്ക് ഈ ഒരു ലേഖനത്തിൽ കാണാൻ സാധിക്കും. The divine and human nature of Christ and his one eternal high priesthood. ക്രിസ്തുവിന്റെ ദൈവത്വം, ക്രിസ്തുവിന്റെ മനുഷ്യത്വം, അവന്റെ ഏക മഹാപൗരോഹിത്യം, ഇങ്ങനെ മറ്റൊരു ലേഖനങ്ങളിലും കാണാത്തത്രയും വലിയ സത്യങ്ങളും മർമ്മങ്ങളും നമുക്ക് ഈ ഒരു ലേഖനത്തിൽ കാണാൻ സാധിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോന്നും പഠിക്കാം. ഇന്ന് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴും ഒരു കാര്യത്തെ പറ്റി ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിന് WH ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്നൊരു 6 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുവാൻ വേണ്ടി പോകുന്നത്. ഹു, വേർ, വെൻ, ടു ഹും, വൈ ആൻഡ് വാട്ട്. ഒന്നാമതായിട്ട്, ഹു ഇസ് ദ ഓഥർ? ആരാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്? അതൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോഴെങ്ങും അല്ല, ആദ്യ നൂറ്റാണ്ട് തൊട്ടേ ഇതൊരു ചോദ്യം തന്നെയാണ്. ഈ ലേഖനം എഴുതിയിരിക്കുന്ന ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എങ്കിലും നമുക്കറിയാവുന്നതനുസരിച്ച് പൗലോസ്ലീഹാ ആയിരിക്കണം ഈ ലേഖനം എഴുതിയിരിക്കുന്നത്, അല്ലെ? എന്നാൽ വേദപണ്ഡിതന്മാർ ഇത് പൗലോസ്ലീഹായുടെ ലേഖനമാണോ എന്നുള്ള കാര്യത്തിൽ പല സംശയങ്ങളും പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ബിബ്ലിക്കൽ സ്കോളേഴ്സ് refuse to consider this as a Pauline epistle. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്,
It does not follow the language and style of other Pauline epistles. പൗലോസ് ശ്ലീഹായുടെ മറ്റ് ലേഖനങ്ങളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ലേഖനങ്ങളിൽ കാണുന്നതായിട്ടുള്ള പ്രകടമായിരിക്കുന്ന ശൈലിയും ഭാഷയും നമുക്ക് ഈ ഒരു ലേഖനത്തിൽ കാണാൻ സാധിക്കുന്നില്ല. ഇനിയും രണ്ടാമതായിട്ട് there is no proper greeting or salutation. പൗലോസ് ശ്ലീഹായുടെ മറ്റ് ലേഖനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഇന്നാർക്ക് എഴുതിയിരിക്കുന്ന ലേഖനം എന്ന തുടക്കത്തിൽ തന്നെ നമുക്കൊരു പ്രോപ്പർ സല്യൂട്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കും, ഒരു പ്രോപ്പർ ഗ്രീറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ലേഖനത്തിന്റെ തുടക്കത്തിൽ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ the approach of this epistle is different from other Pauline epistles. പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളുടെ സ്ട്രക്ചർ ഒന്ന് നോക്കുകയാണെങ്കിൽ തിയോളജിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വിഷയം അവതരിപ്പിക്കുകയും അതിനോട് ചേർന്ന് നൽകുന്ന ഉത്ബോധനങ്ങളും പ്രബോധനങ്ങളും ഒക്കെ പിന്നീട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് നടക്കുന്നതായിട്ടുള്ള ചില വിഷയങ്ങളെ ഉടനടി ചൂണ്ടിക്കാണിക്കുന്ന ഒരുതരം അപ്രോച്ചാണ് നമുക്ക് ഈ ഒരു ലേഖനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ പൗലോസ് ശ്ലീഹ തന്നെയാണോ ഈ ലേഖനത്തിന്റെ ലേഖനകർത്താവ് എന്നുള്ള രീതിയിൽ പല സംശയങ്ങളും നിലനിൽക്കുമ്പോഴും പൗലോസ് ശ്ലീഹ തന്നെയാണ് ഇതിന്റെ ലേഖകൻ എന്ന് കാണിക്കുന്നതായിട്ടുള്ള പലതും നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, the author was well versed in Old Testament scriptures. ഉള്ളടക്കത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ പഴയ നിയമ പുസ്തകങ്ങളിൽ പ്രാവീണ്യമുള്ള ആളായിരുന്നു ലേഖകൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി he was a friend of Timothy, അതായത് അവസാന ഭാഗത്തോട്ടൊക്കെ നോക്കുമ്പോൾ തിമോത്തിയോസിന്റെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. The closing token is similar to Pauline epistles. പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളുടെ അടിക്കുറിപ്പ് അവസാന കുറിപ്പ് പോലെ തന്നെയാണ്, സിമിലർ ആണ് ഈ ഒരു ലേഖനത്തിന്റെയും അവസാന കുറിപ്പ്. The author was evidently known by Peter. പത്രോസ് ശ്ലീഹായുമായിട്ട് അടുത്ത ബന്ധം ഈ ലേഖകൻ പുലർത്തിയിരുന്നു എന്ന് നമുക്ക് ഉള്ളടക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഫിറ്റ് ഇൻ ചെയ്യുന്ന ഒരാൾ പൗലോസ് ശ്ലീഹ തന്നെ ആയതുകൊണ്ട് തന്നെ പൗലോസ് ശ്ലീഹായുടെ ലേഖനമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. ഒരുപാട് പേരുകൾ ലേഖനകർത്താവ് എന്നുള്ള രീതിയിൽ വന്നു. ഒരുപക്ഷെ പൗലോസ് ശ്ലീഹായോട് ചേർന്ന് നിന്ന ബർന്നബാസോ അപ്പല്ലോസോ അല്ലെങ്കിൽ അക്വില, പ്രിസ്കില്ല, ഇങ്ങനെ ആര് വേണമെങ്കിലും ആവാം എന്ന് പറയപ്പെടുമ്പോഴും AD 397 AD 397 കാർത്തേജിൽ കൂടിയ സുന്നഹദോസ്, ദ സിനഡ് ഓഫ് കാർത്തേജ് ഇൻ AD 97 ഈ ലേഖനത്തിന് കാനോനികമായ അംഗീകാരവും അധികാരവും നൽകി. സോ ഇറ്റ് ഇസ് കാനനൈസ്ഡ് ആസ് വൺ ഓഫ് ദ 14 epistles of Saint Paul. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്താണ്? ആരാണ് ഈ ലേഖനത്തിന്റെ കർത്താവ്? പൗലോസ് ശ്ലീഹ തന്നെയാണ്. നമ്മുടെ സഭയുടെ വായനകളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ in all the orders of the reading of the day in the church, this is noted as an epistle of Saint Paul. സഭയുടെ എല്ലാ വായനകളിലുമെല്ലാം ഇത് പൗലോസ് ശ്ലീഹയുടെ ലേഖനമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യമായി. രണ്ടാമത്തെ ചോദ്യം, when and where? എവിടെ വെച്ചാണ് ഈ ലേഖനം, ഏത് കാലത്താണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്? When was this epistle written? അതും വ്യക്തതയില്ലാത്ത ഒന്നാണ് എങ്കിലും പല സാഹചര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. റോമിലെ ആദ്യ നൂറ്റാണ്ടിലെ ബിഷപ്പായിരുന്ന ക്ലെമന്റ് അദ്ദേഹം കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ പല ഭാഗങ്ങളെ പറ്റിയും പരാമർശിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. We can see references to the epistle of Hebrews in the book of Corinthians, which was written by Clement of Rome. So we can think this was written before AD 95. AD 95 മുമ്പായിട്ട് ഈ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ there is no mention of the destruction of Jerusalem temple. അതായത് AD 70 കാലഘട്ടങ്ങളിൽ യെരുശലേം നഗരത്തിനും യെരുശലേം ദേവാലയത്തിനും സംഭവിച്ചതായിട്ടുള്ള വിനാശത്തെ പറ്റി ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്തതിനാൽ ഈ ലേഖനം AD 70 മുൻപായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ യഹൂദ പാരമ്പര്യത്തിലും ഗ്രീക്ക് ചിന്താഗതികൾ പരിചയമുള്ളവരുമായ രണ്ടാം തലമുറ ക്രിസ്ത്യാനികളെയാണ് ലേഖകൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. This epistle points to the second generation Christians who came from Jewish background. അങ്ങനെയുള്ളവര് ഉള്ള ഒരു കാലഘട്ടമൊക്കെ നോക്കുമ്പോൾ AD 64 മുതൽ 68 വരെയുള്ള കാലഘട്ടത്തിലായിരിക്കാം ഇത് എഴുതിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ so when
വെൻ വാസ് ദിസ് റിട്ടൺ എന്നുള്ള ചോദ്യത്തിന് AD 70 മുൻപായിട്ട് ഈ ലേഖനം എഴുതപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഫ്രം വേർ വാസ് ദിസ് റിട്ടൺ, എവിടെ വെച്ചാണ് ഈ ലേഖനം എഴുതപ്പെട്ടത് എന്നുള്ളത് ലേഖനത്തിന്റെ തന്നെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റലിയിൽ നിന്ന് ഇറ്റലിക്കാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു, ദ വൺസ് ഫ്രം ഇറ്റലി ഗ്രേറ്റ് യു എന്നുള്ളത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ലേഖനം എഴുതപ്പെട്ടത് ഇറ്റലിയിൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പം 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി: 1, ആരാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്? സെയിന്റ് പോൾ. 2, വെൻ വാസ് ദിസ് റിട്ടൺ? AD 70 മുൻപായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഫ്രം വേർ വാസ് ദിസ് റിട്ടൺ? ഇറ്റലിയിൽ നിന്ന് എഴുതപ്പെട്ടു. 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ടു ഹൂം വാസ് ദിസ് റിട്ടൺ? ഇത് ആർക്കു വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്? അതും വ്യക്തതയില്ലാത്ത മറ്റൊരു ചോദ്യമാണ്. കാരണം നമ്മൾ തലക്കെട്ട് പറയുന്നത് എന്താണ്? എബ്രായർക്ക് എഴുതിയ ലേഖനം. പക്ഷെ ഇങ്ങനെ ഒരു തലക്കെട്ട് പോലും 2ാം നൂറ്റാണ്ടിന്റെ അവസാനം വന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉള്ളടക്കവും ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ ലേഖനം എബ്രായർക്ക് തന്നെ, ഇറ്റ് ഇസ് റിട്ടൺ ടു ദ ഹീബ്രൂസ് എന്ന് തന്നെ നമുക്ക് പഠിക്കാം. ആരാണ് ഈ ഹീബ്രൂസ് അല്ലെങ്കിൽ എബ്രായർ എന്ന് പറയുന്നത്? നമുക്ക് ജൂസ് അല്ലെങ്കിൽ ഇസ്രായേലൈറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഒക്കെ തലമുറ തന്നെയാണ് എബ്രായർ എന്നുള്ള പദത്തിൽ. അതിന് ഹിസ്റ്റോറിക്കലും ലിംഗ്വിസ്റ്റിക് ആയിട്ടും ബിബ്ലിക്കലായിട്ടും ഒക്കെ കുറെ കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും യഹൂദ മതത്തിൽപ്പെട്ടവരാണ്. പിന്നീട് അവർ ക്രൈസ്തവരായി. അങ്ങനെയുള്ള യഹൂദ ക്രിസ്ത്യാനികളെ അഡ്രസ് ചെയ്തിട്ടാണ് ഈ ലേഖനം എഴുതുന്നത്. എന്നാൽ എവിടെയുള്ള യഹൂദ ക്രിസ്ത്യാനികളെ ആണ് എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. സിൻസ് ദ ബുക്ക് is written in Greek and the context written in the book does not suit or coincide with the situations or circumstances in Jerusalem or Palestine, we can assume the book is written for the Jewish Christians who are living outside the Roman Empire. അതായത് ആ കാലഘട്ടത്തിലെ യെരുശലേമിലെയോ പലസ്തീനിലെയോ സാഹചര്യങ്ങളോട് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം യോജിക്കാത്തതിനാൽ, പൊരുത്തപ്പെടാത്തതിനാൽ അന്നത്തെ കാലത്ത് റോമ സാമ്രാജ്യത്തിന് പുറത്ത് താമസിച്ചിരുന്നവരായിട്ടുള്ള യഹൂദ ക്രിസ്ത്യാനികളെ, എബ്രായരെ ഉദ്ദേശിച്ചാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം 4ാമത്തെ ചോദ്യത്തിനും ഉത്തരമായി ടു ഹൂം വാസ് ദിസ് റിട്ടൺ? റോമ സാമ്രാജ്യത്തിന് പുറത്ത് താമസിച്ചിരുന്നവരായിട്ടുള്ള എബ്രായരെ ഉദ്ദേശിച്ചാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 5ാമതായി വൈ വാസ് ഇറ്റ് റിട്ടൺ? എന്തിനു വേണ്ടിയായിരിക്കും ഈ ലേഖനം എഴുതിയിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഇത് ആർക്കു വേണ്ടി എഴുതിയിരിക്കുന്നത്? റോമാ സാമ്രാജ്യത്തിൽ പുറത്ത് താമസിച്ചിരുന്നവരായിട്ടുള്ള ആദിമ യഹൂദ ക്രൈസ്തവരെയാണ്. അപ്പം അവരുടെ ആ ഒരു സാഹചര്യത്തിൽ സഭ മൂലം പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ എന്തുപറ്റി? ഒരുപാട് പേര് സഭയിൽ നിന്ന് പിന്തിരിഞ്ഞ് പോവുകയും പലരും തിരിച്ച് യഹൂദ മതത്തിലേക്ക് തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് സഭയോട് അവരെ ചേർത്ത് നിർത്തുവാനും അവരെ ധൈര്യപ്പെടുത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ടു കീപ് ദ ജൂയിഷ് ക്രിസ്ത്യൻസ് resolutely attached to the church as many were leaving due to oppression, and to exhort them to remain faithful to the much better things they have in Christ. ക്രിസ്തുവിലൂടെ ഈ പീഡനത്തിലും ക്രിസ്തുവിനോട് വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ക്രിസ്തുവിലൂടെ അവർക്ക് ലഭിക്കുവാനിരിക്കുന്ന വാഗ്ദത്തങ്ങളെ പറ്റി അവരെ ബോധ്യപ്പെടുത്തുവാനും അവരെ ഉദ്ബോധിപ്പിക്കുവാനും വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇനിയും 2ാമതായിട്ട് ക്രിസ്തുവിനെ അംഗീകരിക്കാതെ പോകുന്ന ഒരു സമൂഹത്തെ ലേഖകൻ ഇവിടെ അഡ്രസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ ദൈവത്വം, മനുഷ്യത്വം, മഹാപുരോഹിതത്വം, ഇങ്ങനെ ക്രിസ്തുവിന്റെ ഔന്നത്യം ജനത്തെ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി, വായനക്കാരെ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റിവീൽ ടു ദം ഓഫ് ക്രൈസ്റ്റ് എക്സലൻസ് ആൻഡ് ദ സുപ്പീരിയോറിറ്റി ഓഫ് ഹിസ് സർവീസ് വെൻ കമ്പയർഡ് ടു ദ മൊസൈക് സർവീസ് ആൻഡ് ദ ഗ്ലോറീസ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. പഴയ നിയമ ആചാരങ്ങളെക്കാൾ, പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ, പഴയ നിയമത്തിലെ എന്തിനേക്കാട്ടിലും ദ ഗ്ലോറീസ് ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ്, അതിനെക്കാട്ടിലെല്ലാം ഉന്നതനാണ് ക്രിസ്തു. ക്രിസ്തുവാണ് എല്ലാത്തിന്റെയും പൂർത്തീകാരൻ. അതിന് പല പേരുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. നിത്യമഹാപുരോഹിതനായ മൽക്കീസദേക്കിന്റെ ഗണത്തിൽപ്പെട്ട ക്രിസ്തു, അപ്പോസ്തോലൻ, മഹാപുരോഹിതൻ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ, വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തീകാരൻ.
ഇന്നലെയുടെയും ഇന്നും എന്നേക്കും അനന്യൻ, ഇങ്ങനെ പല വിശേഷണങ്ങൾ നൽകിക്കൊണ്ട് ക്രിസ്തുവിന്റെ ഔന്നത്യം ജനങ്ങളെ അല്ലെങ്കിൽ വായനക്കാരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നും പറയാൻ സാധിക്കും. അപ്പം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സഭ മൂലം പീഡിപ്പിക്കപ്പെടുന്ന വിശ്വാസികൾ അവർ പിന്തിരിഞ്ഞു പോവുകയും യഹൂദ മതത്തിലേക്ക് തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ സഭയോട് ചേർന്ന് നിൽക്കുവാൻ അവരെ ധൈര്യപ്പെടുത്തുന്നതിനു വേണ്ടിയും ക്രിസ്തുവിലൂടെ അവർക്ക് ലഭിക്കാനിരിക്കുന്ന വാഗ്ദത്തങ്ങളെ പറ്റി അവരെ ഓർമ്മിപ്പിക്കുവാനും വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. രണ്ടാമതായി, പഴയ നിയമത്തിലെ എന്തിനേക്കാളും ക്രിസ്തുവിന്റെ ഔന്നത്യത്തെ പറ്റി വായനക്കാരെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ആർ ദ മേജർ തീംസ് ഓഫ് ദിസ് ബുക്ക്? എന്തൊക്കെയാണ് ഈ പുസ്തകത്തിലെ പ്രധാന ചിന്താ വിഷയങ്ങൾ? ഒന്ന്, നമ്മുടെ പഠിക്കാൻ കിട്ടിയിരിക്കുന്ന പുസ്തകത്തിന്റെ ടാഗ്ലൈൻ പോലെ തന്നെ ലുക്ക് ക്ലോസ്ലി അറ്റ് ജീസസ്. ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക, ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കുക എന്നുള്ളതാണ് ലേഖനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താ വിഷയം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ലുക്ക് അറ്റ് ജീസസ്, ദ പയനിയർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് അവർ ഫെയ്ത്ത്. ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കി, ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കി അവന്റെ ഔന്നത്യം മനസ്സിലാക്കുവാൻ സാധിക്കണം. ഓവർ ഏഞ്ചൽസ്, ഓവർ മോസസ്, ഓവർ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ്, ഓവർ ദ ഓൾഡ് കവനന്റ്. ദൂതന്മാരെക്കാൾ, പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ, ലേവ്യഗൃഹത്തിലെ എല്ലാ പുരോഹിതന്മാരെക്കാൾ, പഴയ നിയമ ഉടമ്പടിയേക്കാൾ മികവേറിയ ക്രിസ്തുവിനെ പറ്റി, ഈ മികവേറിയ എന്നുള്ള വാക്ക് നമുക്ക് ഏകദേശം 13 പ്രാവശ്യം ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. സുപ്പീരിയർ സാക്രിഫൈസ്, മികവേറിയ യാഗം. സുപ്പീരിയർ റിസറക്ഷൻ, മികവേറിയ പുനരുത്ഥാനം. സുപ്പീരിയർ കവനന്റ്, മികവേറിയ ഉടമ്പടി. സുപ്പീരിയർ മീഡിയേറ്റർ, മികവേറിയ മധ്യസ്ഥൻ. ഇങ്ങനെ മികവേറിയ ക്രിസ്തുവിലൂടെ മികവേറിയ ഒരു ജീവിത സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാവണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്താവിഷയം. ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കി മികവേറിയ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. 2, ഗ്രോത്ത് ഇൻ ടു പെർഫെക്ഷൻ ത്രൂ ക്രൈസ്റ്റ്. ക്രിസ്തുവിലൂടെ പൂർണ്ണതയിലേക്ക് വളരുക, ദൈവവുമായി ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാന ചിന്താവിഷയം. ഗ്രോത്ത് ഇൻ ടു പെർഫെക്ഷൻ, ഗ്രോ പെർഫെക്റ്റ് ത്രൂ ക്രൈസ്റ്റ്. ദൈവവുമായിട്ട് എപ്രകാരം ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ളത് ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. The epistle shows us how an individual can enter into a relationship with God. ക്രിസ്തുവിന്റെ മനുഷ്യ ജീവിതം കാണിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എപ്രകാരമായിരിക്കണം, പ്രായോഗികമായി എപ്രകാരം നമുക്ക് ഒരു ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ ഈ ഒരു ലേഖനത്തിൽ ഗ്രോത്ത് ഇൻ ടു പെർഫെക്ഷൻ ത്രൂ ക്രൈസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി മൂന്നാമതായി, ഫെയ്ത്ത് ആൻഡ് പെർസിവിയറൻസ്, വാർണിംഗ്സ് അഗെയിൻസ്റ്റ് അപ്പോസ്റ്റസി. വിശ്വാസം പരിപാലിക്കുവാൻ ആഹ്വാനം നൽകുന്നതോടൊപ്പം വിശ്വാസ പരിത്യാഗത്തിന്റെ ഭയാനകമായ അവസ്ഥയെ പറ്റിയും ഈ ലേഖനത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. Along with a set of exhortations to preserve faith, the author also gives severe warnings about the terrifying state of apostasy. സഭയിലെ പീഡനം മൂലം ഒരുപാട് പേര് വിശ്വാസം ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞ് പോകുമ്പോൾ പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരെ, ഹീറോസ് ഓഫ് ഫെയ്ത്ത് ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ്, അവരെ ഉദാഹരണമായി കാണിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി ഇവിടെ ജനങ്ങളെ പ്രബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും അവസാനമായിട്ട് വി ക്യാൻ സീ വാല്യൂസ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വേണ്ടുന്നതായിട്ടുള്ള മൂല്യങ്ങളെ പറ്റിയും നമുക്ക് ഈ ഒരു ലേഖനത്തിൽ കാണാൻ സാധിക്കും. പീസ് ആൻഡ് ഹാർമണി, സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രാധാന്യം. ഹോസ്പിറ്റാലിറ്റി ആൻഡ് മോഡറേഷൻ, അതിഥി സൽക്കാരം, മിതത്വം. സാങ്ക്ടിറ്റി ഇൻ മാരീഡ് ലൈഫ് ആൻഡ് സെലിബസി, വിവാഹ ജീവിതത്തിലും ബ്രഹ്മചര്യത്തിലും ഉണ്ടാവേണ്ടുന്നതായിട്ടുള്ള പവിത്രത. ഫെലോഷിപ്പ് ആൻഡ് മ്യൂച്വാലിറ്റി ഇൻ പ്രേയർ, പരസ്പരമുള്ള പ്രാർത്ഥനയുടെ കൂട്ടായ്മ. റിമെമ്പറൻസ് ഓഫ് ഫോർ ഫാദേഴ്സ് ഹു ടോട്ട് us faith, നമ്മളെ വിശ്വാസം പഠിപ്പിച്ചു തന്ന നമ്മുടെ പിതാക്കന്മാരെ ഓർക്കുക. ഇങ്ങനെ ജീവിതത്തിലോട് ചേർത്ത് വെക്കുവാൻ വേണ്ടി പ്രായോഗികമായിട്ടുള്ള പല മൂല്യങ്ങളും നമുക്ക് ഈ ഒരു പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം 4 കാര്യങ്ങളാണ് മേജർ തീംസ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ലുക്ക് ക്ലോസ്ലി അറ്റ് ജീസസ്, ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കുക. ഗ്രോത്ത് ഇൻ ടു പെർഫെക്ഷൻ ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവിലൂടെ പൂർണ്ണതയിലേക്ക് വളരുക. വിശ്വാസം പരിപാലിക്കുന്നതോടൊപ്പം വിശ്വാസ പരിത്യാഗത്തിന്റെ ഭയാനകമായ അവസ്ഥയെ പറ്റിയും ലേഖകൻ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടുന്ന കുറെ പ്രായോഗിക മൂല്യങ്ങളെ പറ്റിയും ഈ ഒരു ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത്രയുമേ ഉള്ളൂ. നമ്മുടെ ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്ന പുസ്തകത്തെ പറ്റി. ഒന്നാമതായിട്ട്, ഹൂ ഇസ് ദ ഓഥർ? നമുക്കറിയാം, സെയിന്റ് പോൾ.
When was this written? AD 70 മുൻപായിട്ട്, AD 70s, before AD 70s എന്ന് മനസ്സിലാക്കാം. From where was this written? ഇറ്റലി എന്നുള്ളത് നമ്മൾ മനസ്സിലായി. To whom was this written? ആർക്ക് വേണ്ടിയിട്ടാണ്? എബ്രായർക്ക് വേണ്ടി. റോമാ സാമ്രാജ്യത്തിന് പുറത്ത് താമസിച്ചിരുന്നവരായിട്ടുള്ള എബ്രായരെ ഉദ്ദേശിച്ചാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. And why was this written? സഭ മൂലം പീഡിപ്പിക്കപ്പെട്ട് ഒരുപാട് പേർ പിന്തിരിഞ്ഞു പോകുമ്പോൾ, സഭ വിട്ടുപോകുമ്പോൾ സഭയോട് ചേർന്ന് നിൽക്കുവാൻ, to remain faithful, അതിനുവേണ്ടി. 1. 2. ക്രിസ്തുവിന്റെ ഔന്നത്യം വായനക്കാരെ മനസ്സിലാക്കിപ്പിക്കുവാൻ വേണ്ടി. മൂന്നാമതായിട്ട്, അവസാനമായിട്ട്, what are the major themes of the book? എന്തൊക്കെയാണ്? Look closely at Jesus, ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കുക. 2. Growth and perfection through Christ, ക്രിസ്തുവിലൂടെ പൂർണ്ണതയിലേക്ക് വളരുക. Preserve your faith, അതേസമയം കുറെ നമുക്ക് വിശ്വാസ പരിത്യാഗത്തിന്റെ വാർണിംഗ്സും നമുക്ക് കാണാൻ സാധിക്കും. അവസാനമായി പ്രായോഗിക ജീവിതത്തിലേക്കുള്ള ഒരുപാട് മൂല്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയുമേ ഉള്ളൂ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്. ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്കിനി ഓരോരോ ചാപ്റ്ററായിട്ട് തന്നെ പഠിക്കാം. പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കുക. താങ്ക് യു. നന്ദി.